ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായുള്ള സർവ്വമത പ്രാർത്ഥന അല്പസമയത്തിനുള്ളിൽ നടക്കും. തങ്ങളെ വിട്ടുപിരിഞ്ഞവർ ഉറങ്ങുന്ന പുത്തുമലയിലെ മണ്ണിലെത്തിയാണ് ഒരു നാടൊന്നാകെ ഓർമ്മ പുതുക്കുന്നത്. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. വയനാട് ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. തങ്ങളെ വിട്ടുപോയവരുടെ ഓർമ്മകളുമായി അവിടെ ജീവിക്കുന്ന മനുഷ്യജീവനുകളുണ്ട്. കുഞ്ഞുമക്കൾ നഷ്ടപ്പെട്ട സ്കൂളിൻ്റെ മുന്നിൽ ആ കുട്ടികളുടെ ചിത്രം സ്ഥാപിച്ച് അവരുടെ ബാക്കി വന്ന അധ്യാപകരും സഹപാഠികളുമൊക്കെ അവരെ ഓർത്തെടുക്കുന്ന ദിനം. അവരുടെ വേണ്ടപ്പെട്ടവർ അവർക്കായി ഒരാണ്ട് നീളെ കരഞ്ഞിട്ടും ആ കണ്ണീര് തോരുന്നില്ല. അർജുൻ ചേരുന്നു. അർജുൻ, സർവ്വമത പ്രാർത്ഥനയ്ക്കുള്ള സമയമായോ അർജുൻ? തീർച്ചയായും അല്പസമയത്തിനകം തന്നെ സർവ്വമത പ്രാർത്ഥന ഇവിടെ നടക്കും. പുത്തുമലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുവാൻ കഴിയും. ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്വന്തം ഉറ്റവരെയും ഒരുവരെയും നഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ എത്തി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലരുടെയും കണ്ണുകൾ വിതുമ്പുന്നത്, അല്ലെങ്കിൽ ചുണ്ടുകൾ വിതുമ്പുന്നത്, കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പക്ഷേ അതൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് തങ്ങൾ ഓരോരുത്തർക്കും, തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തർക്കും അവർ വന്നുകൊണ്ട് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിത പ്രദേശത്തു നിന്നും മരണപ്പെട്ടവരെ എല്ലാവരെയും അടക്കം ചെയ്ത സ്ഥലമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത്. ഈ പുത്തുമലയിലേക്കാണ് ഏവരെയും അടക്കാൻ കൊണ്ടുവന്നത്. ഇവിടെയാണ് എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. തങ്ങളുടെ സഹോദരൻ, സഹോദരി, അല്ലെങ്കിൽ ഭാര്യ, അത്തരത്തിൽ ബന്ധങ്ങൾ, കുറേ ബന്ധുക്കൾ, അത്തരത്തിൽ നിരവധി പേരാണ്. ഓരോരുത്തരുടെയും നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങളൊന്നും നമുക്ക് നികത്താൻ കഴിയാത്ത നഷ്ടങ്ങളാണ്. ആ ഒരു നഷ്ടത്തിന് മുൻപിൽ വന്നുകൊണ്ട് നിസ്സഹായതയോടുകൂടി കണ്ണുനീർ വാർക്കുവാൻ മാത്രമാണ് ഇവർക്കിപ്പോൾ സാധിക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങൾക്ക് പുതിയ ജീവിതം പടുത്തുയർത്തേണ്ടതുണ്ട്. ആ ശക്തി കൂടി തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിൽ എന്ത് പറയണമെന്ന് നമുക്ക് പോലും അറിയില്ല. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്ക് കാണുവാൻ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സുഹൃത്തുക്കൾ, മൂന്ന് സുഹൃത്തുക്കൾ, ആ 3 സുഹൃത്ത് ത്രീ ബ്രദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ചൂരൽമല ഉണ്ടായിരുന്ന ആ 3 സുഹൃത്തുക്കളെ കല്ലറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരത്തിലുള്ള കുഴിമാടമാണ് നമ്മൾ കാണുന്നത്. അവർക്ക് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ടോയ്കൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ടോയ്കൾ അവർക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. അത്തരത്തിലുള്ള വികാര നിർഭരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് മറ്റ് ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവരും എത്ര ദുഃഖവാന്മാരായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന്. അത്തരത്തിൽ മനസ്സ് നീറിയതാണെങ്കിലും തങ്ങൾക്ക് ഒരു പിടി പുഷ്പമെങ്കിലും അവർക്ക് അർപ്പിക്കുവാൻ വേണ്ടി ഓടിയെത്തിയവരാണ്. 1 വർഷമാകുന്നു, ദുരന്തം നടന്ന് 1 വർഷമാകുന്നു. തങ്ങളെ വിട്ട് പിരിഞ്ഞു പോയവർ 1 വർഷമായി തങ്ങൾ അടക്കി പിടിച്ച വേദന എല്ലാം ഇവിടെ എത്തിയതിന് ശേഷം അവരുടെ കണ്ണുനീരായി അവർ പൊഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തിനാ തന്നെയും അല്പസമയത്തിനകം സർവ്വമത പ്രാർത്ഥന ഈ പുത്തുമലയിലെ ചെറിയ ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ നടക്കും. അവിടെ മന്ത്രിമാരൊക്കെ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വിഷമത്തോടെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ചങ്ക് പൊട്ടിയാണ് ഇവർ ഈ പ്രദേശത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുതിർന്നവരുണ്ട്, കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ എത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ, തങ്ങൾക്ക് നഷ്ടപ്പെട്ടവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട്, തങ്ങളുടെ ബന്ധുക്കളെ മാത്രമല്ല തങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള മിക്ക ആളുകളും മരണപ്പെട്ടവരെല്ലാം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. അവരെയൊക്കെ ഓർത്തുകൊണ്ട് ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പലരുടെയും കണ്ണുകൾ വിതുമ്പുന്നത്, കണ്ണുകളിൽ കൂടി ആ കണ്ണുനീര് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം എന്ന് തന്നെ വേണം നമുക്ക് പറയുവാൻ. ഒരു ദുരന്തം
ഈ കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഈ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമൊക്കെ ഈ ചൂരമല മുണ്ടക്കൈ ഭാഗത്ത് നടന്നത്. രാത്രിയിൽ പുഞ്ചിരിമട്ടത്തു നിന്നും പൊട്ടിയ ആ ഉരുൾ പിന്നീട് കവർന്നെടുത്തത് ചൂരമലയും അതുപോലെ തന്നെ മുണ്ടക്കൈയുമാണ്. മുണ്ടക്കൈയിലെ സ്വപ്നങ്ങളാണ്, അവിടെയുള്ള ജീവനുകളാണ്. ആ ജീവനുകളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിൽ നമ്മൾ കാണുന്നത്. അടക്കം ചെയ്ത തലത്തിൽ നമ്മൾ കാണുന്നത് ഓരോരുത്തരും എത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് നിസ്സഹായതയോടെ എന്ത് പറയണമെന്ന് അവർക്കറിയില്ല. അവർ നിസ്സഹായരാണ്. കണ്ണുനീർ വാർക്കുവാൻ പോലും കഴിയാതെ പലരും വിതുമ്പുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഒരു മരവിച്ച മനസ്സോടെയാണ് അവരെല്ലാവരും ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ആ മരവിച്ച മനസ്സോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പലരെയും കൃത്യമായി തന്നെ കണ്ടിട്ടുണ്ടാവില്ല. മരണശേഷം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ ഛിന്ന ഭിന്നമായി ഭാഗങ്ങൾ മാത്രമായി കിട്ടിയവരുണ്ട്. അത്തരത്തിലുള്ളവരുണ്ട്. അവരുടെയൊക്കെ ഒരു വിങ്ങൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. തങ്ങളുടെ കൂടെ വർഷങ്ങളായി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ, തങ്ങളുടെ കൂടപ്പിറപ്പുകൾ, തങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ, സഹപാഠികൾ, അങ്ങനെയുള്ള നിരവധി പേർ, അവരെയൊക്കെയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടങ്ങൾക്ക് ഒരിക്കലും ആ നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ കഴിയില്ല. പക്ഷേ നമുക്ക് കഴിയുന്നത് ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിന് ഉപരി തന്നെ ഇവിടെ ഈ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. മതഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന ഈ സ്ഥലം പുത്തുമല തങ്ങളുടെ വേർപാടുകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു വിങ്ങലിൽ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഉറ്റവരും അതുപോലെ തന്നെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള നിരവധി പേർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കും. പലരും വന്ന് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം, ഈ മരണപ്പെട്ടവരോട് ഇനി എന്ത് പറയാനാണ് എന്നുള്ള ആ ഒരു മരവിച്ച മനസ്സ്, ആ മനസ്സോടെ വന്ന് അവരുടെ മുൻപിൽ ഇത്തരത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരോട് പ്രാർത്ഥിക്കുകയാണ്. എന്തു പറയണം, നമുക്ക് തന്നെ വാക്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യം. അത്തരത്തിലുള്ള ഒരു വൈകാരിക നിമിഷമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. എന്തിനാൽ തന്നെയും വലിയ രീതിയിലുള്ള ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂരമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും ആളുകൾ ഇവിടേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണുവാൻ, തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോട് അവസാനമായി 2 വാക്ക് സംസാരിക്കുവാൻ. അങ്ങനെ ഒരു വർഷം തികയുകയാണ്. ആ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് തങ്ങളുടെ ഓർമ്മകളിൽ അവർ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഒരു വർഷം നിങ്ങളില്ലായിരുന്നു ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ അതിജീവിച്ച് വരികയാണ്, ഞങ്ങൾ ജീവിതം തിരിച്ചു പിടിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ എത്തുന്നത്. അവർ പറയുന്നുണ്ടാകാം, മനസ്സിലൊരു പക്ഷേ പറയുന്നുണ്ടാകാം, നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ പറയുന്നുണ്ടാകാം. നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു വാക്ക് എപ്പോഴും ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം. ഇവർ പറയുകയാണ്, ഞങ്ങൾ അതിജീവിച്ചു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കും പറയാൻ വാക്കുകളില്ല എന്നുള്ളത് തന്നെ വേണം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതെ, വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ അവിടെ ചൂരൽമലയിൽ ജീവൻ നഷ്ടപ്പെട്ടവർ എല്ലാം ഒന്നിച്ച് അന്തി ഉറങ്ങുന്ന പ്രദേശത്താണ്. അവരുടെ ബന്ധുമിത്രാദികൾ, ആ നാട്ടിൽ അവശേഷിക്കുന്നവരൊക്കെ, അവർക്ക് ഒരുപിടി പുഷ്പം മാത്രമേ അങ്ങോട്ടേക്ക് അർപ്പിക്കാൻ കഴിയുന്നുള്ളൂ. ഓർമ്മ പൂക്കളാണിത്, കണ്ണീർ പൂക്കളാണിത്. അവർക്ക് മുന്നിൽ അവർ മനസ്സ് തുറന്ന് അവർക്ക് പറയാൻ നിരവധിയുണ്ട്. പക്ഷേ ഇന്ന് ആ ജീവനുകളില്ല. ഇവർക്കൊപ്പം ഇല്ലാതായിട്ട് ഒരാണ്ട് തികയുന്നു എന്ന് പോലും അവർക്ക് വിശ്വസിക്കാൻ ആവുന്നില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ ദുരന്തം പോലെ അവരുടെ മുന്നിലുണ്ട്. അവിടെ എല്ലാവരുടെയും ജീവൻ തകർത്തെറിഞ്ഞ ആ വലിയ ഉരുൾപൊട്ടലിൻ്റെ അവശേഷിക്കുന്ന നേരിയ നീർച്ചാലുകൾ അതുവഴി ഒഴുകുന്നത് നമുക്ക് കാണാം. അർജുൻ, ഈ പ്രദേശം ഇപ്പോൾ പ്രേക്ഷകർക്കായി ചോദിക്കുകയാണ്. ഈ പ്രദേശത്ത് അവിടെ മരണപ്പെട്ടവരെയെല്ലാം ഒരു പ്രത്യേക പ്രദേശത്ത് അല്ലേ അടക്കം ചെയ്തിരിക്കുന്നത്? അവിടെയല്ലേ ഈ ചടങ്ങ് നടക്കുന്നതും?